വിവാദങ്ങളിൽ പ്രതികരണവുമായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഒരു സമാന്തര യോഗവും ഇവിടെ നടന്നിട്ടില്ല. എല്ലാ മാധ്യമ വാർത്തകളാണ്. അക്കാദമിക്കെതിരെ തങ്ങൾ ഒരു ചുവടും വെക്കില്ല എന്ന യോഗം ചേർന്നുവെന്ന് പറയുന്നവർ അറിയിച്ചുവെന്നും രഞ്ജിത്ത് പറഞ്ഞു. ഒരു സമാന്തര യോഗവും ഇവിടെ നടന്നിട്ടില്ല. ഈ നടന്നു എന്ന് മാധ്യമങ്ങൾ പറയുന്ന കുറെ പേരുടെ പേരുകളിൽ 3 പേർ ഇതിനകം അക്കാദമിയെ ബന്ധപ്പെട്ട് സെക്രട്ടറി സംസാരിച്ചത് ഒന്ന് കുക്കു പരമേശ്വരനാണ്, ഒന്ന് സോഹൻ ശ്രീനുലാലാണ്, ഒന്ന് സിബി കെ തോമസ് ആണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെയാണ് അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത്. എല്ലാ മാധ്യമ വാർത്തകളാണ് എന്ന് പറഞ്ഞൊഴിയാൻ ഇനി കഴിയുമോ? ഇതാ നോക്കൂ, പരസ്യമായ ഔദ്യോഗികമായ പ്രതികരണമൊക്കെയാണ് സമാന്തര വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആര്യ, ചലച്ചിത്ര അക്കാദമിയിലെ പരസ്യപ്പോര് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്നലെയാണ് ഈ ചലച്ചിത്ര അക്കാദമിയിലെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ 9 പേർ ചേർന്ന് സമാന്തര യോഗം ചേർന്നത്. ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ സാംസ്കാരിക മന്ത്രിക്കും അതുപോലെ തന്നെ സാംസ്കാരിക സെക്രട്ടറിക്കും ഉൾപ്പെടെ ചലച്ചിത്ര ചെയർമാൻ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഒരു യോഗം, സമാന്തരമായ ഒരു യോഗം ഇവിടെ ചേർന്നിട്ടില്ല, അല്ലെങ്കിൽ അത് മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നുള്ള തരത്തിലാണ് അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇത്തരത്തിൽ യാതൊരു ഭിന്നതയും നിലവിൽ ചലച്ചിത്ര അക്കാദമിയിലില്ല, അതുകൊണ്ട് താൻ രാജിവെക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നും രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ ഈ രഞ്ജിത്തിനെ തള്ളിക്കൊണ്ടുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ ജനറൽ കൗൺസിൽ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ചെയർമാൻ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ്. പലപ്പോഴായി തങ്ങൾ ചെയർമാന്റെ ഈ ഏകാധിപത്യ സ്വഭാവത്തിനെതിരെ പലതവണ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്, പല യോഗങ്ങളിലും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ചെയർമാൻ മറ്റ് കലാകാരന്മാരെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നതിനെതിരെ തങ്ങൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ജനറൽ കൗൺസിൽ അംഗങ്ങൾ നമ്മളോട് പറഞ്ഞു. അതുപോലെ തന്നെ രഞ്ജിത്ത് പറഞ്ഞ അല്ലെങ്കിൽ യാതൊരു ഭിന്നതയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെയല്ല ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ രഞ്ജിത്തിന്റെ ഈ ഒറ്റയാൾ സ്വഭാവത്തിനെതിരെ, ഈ ഏകാധിപത്യ സ്വഭാവത്തിനെതിരെ അദ്ദേഹത്തെ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സാംസ്കാരിക മന്ത്രിക്ക് ഉൾപ്പെടെ കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ ജനറൽ കൗൺസിൽ അംഗങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാടമ്പിത്തരത്തിനെതിരെയാണ് തങ്ങൾ പ്രതികരിക്കുന്നത്, അല്ലാതെ ചലച്ചിത്ര അക്കാദമിക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യവും തങ്ങൾ ചെയ്യുന്നില്ല എന്നും ഈ ജനറൽ കൗൺസിൽ അംഗങ്ങൾ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പരസ്യ പോരിനാണ് ഇപ്പോൾ വഴിവെക്കുന്നത്. ഈ ചലച്ചിത്ര അക്കാദമിയിലെ ഭിന്നത അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്.